മലപ്പുറം തുവൂർ റെയിൽവേ സ്റ്റേഷനിൽ അതിരാവിലെ ടിക്കറ്റ് കൗണ്ടർ തുറക്കാതായതോടെ ബുദ്ധിമുട്ടിലായി ട്രെയിൻ യാത്രക്കാർ. വിഷയത്തിൽ പലതവണ പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. രാവിലെ ടിക്കറ്റ് ലഭിക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട നിസ്സഹായ അവസ്ഥയിലാണെന്ന് യാത്രക്കാർ പറയുന്നു. സുജിയ, ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തുവൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു പ്രശ്നം അനുഭവിക്കുന്നു. അതായത് ഇവർ അതിരാവിലെ ട്രെയിൻ കയറാൻ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ തുറക്കാറില്ല. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, അതുപോലെ ഒരുപാട് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതിരാവിലെ ടിക്കറ്റ് കൗണ്ടർ തുറക്കാറില്ല എന്നൊരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികൾ അല്ലെങ്കിൽ യാത്രക്കാരടക്കം ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ആ ഒരു ആശങ്ക ചോദിച്ചറിയുന്നത്. ചേട്ടാ, എങ്ങനെയാണ് രാവിലെ കൗണ്ടർ തുറക്കാറില്ലേ? കൗണ്ടറിൽ ഇപ്പോൾ മെമോ തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ 5 ദിവസമായിട്ടുള്ളൂ. 2ാം ദിവസം തന്നെ ഇവര് കൗണ്ടർ തുറന്നില്ല. അത് അന്ന് കുറെ ആളുണ്ടായിരുന്നു ടിക്കറ്റ് വാങ്ങാൻ. അവർ ടിക്കറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തു. കുറെ പേര് ഷൊർണൂർ പോയിട്ട് അവിടുന്ന് കണ്ണൂർക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 10-60 പേര് ഇവിടെ വന്നു. 3 മണിക്ക് 2:48 വരെ ഇവിടെ ഉറക്കൊഴിച്ചിട്ട് ആളുകളുടെ വന്നിട്ടുണ്ട്. ആ വന്ന സമയത്ത് ഇവിടെ കൗണ്ടർ തുറന്നിട്ടില്ല. കൗണ്ടർ തുറക്കാതെ അവർ 3:20 വരെ ഈ കൗണ്ടർ തുറക്കും എന്ന് കാത്തുന്നു. അവസാനം ട്രെയിൻ വന്ന പാടെ അവർ ഓടിയ സമയത്ത് TTR അവിടെ ചെക്കപ്പിന് വന്നാൽ എന്താ സംഭവിക്കുക? TTR ഫൈൻ ഇടും. ആര് ഫൈൻ അടക്കുക? ഈ ജനങ്ങൾ ഫൈൻ അടക്കട്ടെ. എന്നിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ഷൊർണൂരിൽ തന്നെ വിളിക്കുകയാണ്. ഷൊർണൂർ വിളിച്ചിട്ട് പറയുന്നത് അറിയോ? എൻ്റെ ടിക്കറ്റ് ഇതൊക്കെ ഞാൻ കണ്ണൂർ പോകേണ്ട ആളാണ്, ഷൊർണൂർ പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഈ അവസ്ഥയാണുള്ളത്. ചോദിക്കുന്ന സമയത്ത് എന്താ അവര് പറയുന്നത് ചോദിച്ചാൽ അവർക്ക് ഉറക്ക് ആണ്, ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഞങ്ങളോടന്ന് പറഞ്ഞത്. ഞങ്ങളന്ന് പ്രതിഷേധിച്ചിരുന്നു. ഞങ്ങളോടന്ന് പ്രതിഷേധിച്ചു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ റിപ്പോർട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി, ഞങ്ങൾ അറിഞ്ഞില്ല, ഇനി മേലിൽ സംഭവിക്കൂല എന്ന് പറഞ്ഞു. സംഭവിച്ച് രാജറാണിക്ക് 2 പ്രാവശ്യം മുമ്പ് 2 സംഭവിച്ചിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മയുടെ ആവശ്യമായിരുന്നു ഇവിടെ മെമുവിന് സ്റ്റോപ്പ് കിട്ടുക എന്നുള്ളത്. ഇത് അനുവദിച്ച് കിട്ടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയാസകരമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ഇത് ഒരു കൂട്ടായ്മയിലൂടെ നേടിയെടുത്തതാണ്. അത് നിലനിർത്താൻ വേണ്ട എല്ലാ ശ്രമവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തായാലും ഈ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം അതിരാവിലെ ഇവർ പല ജോലികൾക്കോ അല്ലെങ്കിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പോകുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടർ തുറക്കുന്നില്ല. പകരം പല സ്റ്റേഷനുകളിൽ ഇറങ്ങി ടിക്കറ്റ് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അപ്പോഴും പല TTR ആ ട്രെയിനിന് പരിശോധിച്ചാൽ അടക്കം ഇവർക്ക് വലിയ ഫൈൻ ഈടാക്കുന്നത് വരെ സംഭവങ്ങളടക്കം ഇവർ ഉണ്ടാവുന്നുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള നാട്ടുകാരടക്കം പറയുന്നു. എന്തായാലും ഇതിലൊക്കെ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ഇവർക്കൊരു ശാശ്വതമായ ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ, മലപ്പുറം.